ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ റീഡിങ്ങിൻ്റെ ബി പാർട്ടിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ടോപ്പിക് ദ പർപ്പസ് ഓഫ് ദിസ് മെമ്മോ ഈസ് ടു. അപ്പം ബി പാർട്ടിൽ എപ്പോഴും നമ്മൾ കാണുന്ന ടൈപ്പാണ് മെമ്മോ, ഇമെയിൽ, ഗൈഡ് ലൈന്, ഗൈഡൻസ്, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട് ബിയിൽ. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്താണ് നമ്മൾ ബി പാർട്ട് എടുക്കേണ്ടത്, ക്രാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പർപ്പസ് ഓഫ് ദിസ് മെമ്മോ ഈസ് ടു, അതൊരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം. ആ മെമ്മോ എന്താണ് നമ്മളത് മനസ്സിലാക്കണം കേട്ടോ. മെമ്മോ എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഫിസിഷ്യൻസ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്, സബ്ജക്റ്റ് എന്താണ്? എസെപ്റ്റി ടെക്നിക്കാണ്. അപ്പം മെമ്മോ ആർക്കാണ്? ഫിസിഷ്യൻസും ക്ലിനിക്കൽ സ്റ്റാഫിനുമാണ്. ആ എസെപ്റ്റി ടെക്നിക്കിനെ കുറിച്ചുള്ള മെമ്മോയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ മെമ്മോ തന്നിരിക്കുന്നതിൻ്റെ പർപ്പസ് എന്താണ്? അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ട് പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഓവറോൾ ഐഡിയ എടുക്കണം. അതിനകത്ത് മേ ബി ആദ്യമോ അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ അവസാനമോ നമുക്കതിൻ്റെ ആൻസർ വന്ന് കിടക്കും. ഇത് മൈൻഡിലോട്ട് കൊണ്ടുവരണം ഈ പാട്ട് ചെയ്യുമ്പം. ചുമ്മാതെ എന്തെങ്കിലും വായിച്ച് വെറുതെ അങ്ങനെ ചെയ്യല്ല ചെയ്യേണ്ടത്. കറക്റ്റ് മലയാളത്തിൽ നമ്മളതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഓപ്ഷൻ വായിച്ച് ആൻസർ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ നോക്കിക്കേ. മെമ്മോ ഈസ് ടു പ്രൊവൈഡ് സ്റ്റാഫ് ഇൻഫോർമേഷൻ ഓൺ അപ്രോപ്രിയേറ്റ് മെത്തേഡ്. കറക്റ്റായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ്സിനെ കുറിച്ച് സ്റ്റാഫിന് ഇൻഫോർമേഷൻ കൊടുക്കുന്നതാണ് ഈ മെമ്മോ. നെക്സ്റ്റ് എന്താണ്? ദ പർപ്പസ് ഓഫ് ദിസ് മെമ്മോ ഈസ് ടു നോട്ടിഫൈ സ്റ്റാഫ് ഓഫ് എ പോസിബിൾ ചേഞ്ച് ഇൻ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. വരാൻ സാധ്യതയുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൻ്റെ അകത്തുള്ള ചേഞ്ചസ് അത് നോട്ടിഫൈ ചെയ്യാനാണോ ഈ മെമ്മോ വന്നിരിക്കുന്നത്? അടുത്ത് നോക്കിക്കേ. ദ പർപ്പസ് ഓഫ് ദിസ് മെമ്മോ ഈസ് ടു റിമെയിൻ സ്റ്റാഫ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോളോയിങ് ബെസ്റ്റ് പ്രാക്ടീസ്. എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, അത് അവരെ റിമെയിൻ ചെയ്യുവാണ്. ബെസ്റ്റ് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരാം, അല്ലെങ്കിൽ ഇങ്ങനത്തേക്ക് വാണിംഗ് തരുന്നു, അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണോ മെമ്മോ തരുന്നത്? അപ്പോൾ നമ്മൾ പാരഗ്രാഫിലേക്ക് പോകുന്നു. എന്താണ് എസെപ്റ്റി ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് വരണം എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്നുള്ളത്. എസെപ്റ്റി ടെക്നിക് പ്രൊട്ടക്ട്സ് പേഷ്യൻസ് ഡ്യൂറിങ് ഇൻവസീവ് ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ബൈ എങ്ങനെ എംപ്ലോയിങ് ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ദാറ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും. എന്താണ് എസെപ്റ്റി ടെക്നിക്ക് എന്താ ചെയ്യുന്നത്? പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നു? ഡ്യൂറിങ് ഇൻവസീവ് ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ഇൻഫെക്ഷൻസ് വരാതെ അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു. അത് നമ്മളെ സഹായിക്കുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പേഷ്യൻറ്റിനെ. ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിളി പോസിബിൾ ആണ് ദ പ്രസൻസ് ഓഫ് പാത്തോജനിക് ഓർഗാനിസംസ്. ഓക്കെ, ദെൻ ഗുഡ് അസെപ്റ്റിക് ടെക്നിക്ക് പ്രൊസീജിയേഴ്സ് ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? പ്രിവെൻറ്റ് ആൻഡ് കൺട്രോൾ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് മസ്റ്റ് ബി പ്രിസർവ്ഡ്. ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ? നമ്മളെ ഇൻഫെക്ഷൻസ് വരാതെ പ്രിസർവ് ചെയ്യും. ആസ് യു ആർ അവെയർ, നമുക്കെല്ലാം അറിയാം എന്ത്? ദ എയിം ഓഫ് എവരി പ്രൊസീജിയർ, എല്ലാ പ്രൊസീജിയറിൻ്റെ എയിം എന്താണ്? ഷുഡ് ബി ടു മെയിൻറ്റെയിൻ എസെപ്റ്റിക് ആണ് അല്ലേ? അറ്റ് ഓൾ ടൈംസ് ബൈ പ്രൊട്ടക്ടിങ് ദ കീ പാർട്സ് ആൻഡ് കീ സൈസ് ഫ്രം കോണ്ടാക്ട് കണ്ടാമിനേറ്റഡ് ബൈ മൈക്രോ ഓർഗാനിസംസ്. അതായത് മൈക്രോ ഓർഗാനിസംസിനെ കണ്ടാമിനേറ്റ് ചെയ്യാതെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് എല്ലാ പ്രൊസീജിയേഴ്സിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ. ഇതെങ്ങനെ അച്ചീവ് ചെയ്യും? ഇങ്ങനെ ഈ കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്? ത്രൂ കറക്റ്റ് ഹാൻഡ് ഹൈജീൻ വഴി, നോൺ ടച്ച് ടെക്നിക്ക്, ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്, ആൻഡ് എൻഷുറിങ് എസെപ്സിസ് ആൻഡ് സ്റ്റെറിലിറ്റി ഓഫ് എക്യുപ്മെൻറ്റ് നല്ല കറക്റ്റായിട്ട് വെക്കുക. ഇങ്ങനത്തെയൊക്കെ പറഞ്ഞേക്കുന്ന എല്ലാ ടെക്നിക്കും ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് ഒരു എസെപ്റ്റിക് ടെക്നിക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വൈൽ ദ പ്രിൻസിപ്പിൾസ് ഓഫ് എസെപ്റ്റിക് ടെക്നിക്ക് റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ് ഫോർ ഓൾ എല്ലാ പ്രൊസീജിയറിലും പ്രിൻസിപ്പിൾസ്, എസെപ്റ്റിക് ടെക്നിക്കിൻ്റെ പ്രിൻസിപ്പിൾസ് കോൺസ്റ്റൻ്റ് ആണ്. അതായത് നല്ലതായിട്ട് ഹാൻഡ് ഹൈജീൻ ചെയ്യുക, നോൺ ടച്ച് ടെക്നിക്ക് യൂസ് ചെയ്യുക, ഗ്ലൗസ് യൂസ് ചെയ്യുക, ഇതെല്ലാം എല്ലാ പ്രൊസീജിയേഴ്സും സെയിം ആണ്. ദ ലെവൽ ഓഫ് പ്രാക്ടീസ് വിൽ ചേഞ്ച് ഡിപ്പെൻഡിങ് അപ്പോൺ സ്റ്റാൻഡേർഡ് റിസ്ക് അസസ്മെൻറ്റ്. അപ്പോൾ ലെവൽ ഓഫ് പ്രാക്ടീസ് മാത്രമേ മാറുന്നുള്ളൂ. പ്രിൻസിപ്പിൾസ് എസെപ്റ്റി ടെക്നിക്കിൻ്റെ എല്ലാം സെയിം ആണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്? പർപ്പസ് ഓഫ് ദിസ് മെമ്മോ ഈസ് ടു പ്രൊവൈഡ് സ്റ്റാഫ് ഇൻഫോർമേഷൻ അപ്രോപ്രിയേറ്റ് മെത്തേഡ്. പല മെത്തേഡ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് സ്റ്റാഫിനോട് പറയുന്നതായിട്ടാണ് നമ്മൾ ഈ എക്സ്ട്രാക്റ്റിൽ വായിച്ചോ? ഇല്ല, ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇത് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ. പർപ്പസ് ഓഫ് മെമ്മോ എന്താണ്? നോട്ടിഫൈ സ്റ്റാഫ് ഓഫ് എ പോസിബിൾ ചേഞ്ച് ഇൻ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയറിനകത്ത് ഒരു ചേഞ്ച് വരുന്നു എന്ന് നമ്മൾ വായിച്ചോ? എവിടെയെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയറിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് സ്റ്റാഫിനെ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ മെമ്മോ? അല്ല. അടുത്ത എന്താണ്?
The purpose of this memo is to remind staff of the importance of following best practice. ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ഫോളോ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിന് സ്റ്റാഫിനെ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്. ഇങ്ങനെ ഈ അസെപ്റ്റിക് ടെക്നിക്ക് ഫോളോ ചെയ്തില്ലെങ്കിൽ പല പല കോൺസിക്വൻസസ് ഉണ്ടാകാം എന്ന് വാൺ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റാഫ് എപ്പോഴും ഈ ബെസ്റ്റ് പ്രാക്ടീസ് ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യം നമ്മളെ റിമൈൻഡ് ചെയ്യുവാണ് ഈ മെമ്മോയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനത്തേക്കുള്ള ബി പാർട്ടിൽ പല പല ടിപ്പ് ഉപയോഗിച്ചും ഇങ്ങനെ സെൻറ്റൻസ് മനസ്സിലാക്കിയും ഒക്കെ നമുക്ക് ബി പാർട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ബി പാർട്ട് ആയിക്കോട്ടെ, സി പാർട്ട് ആയിക്കോട്ടെ, എ പാർട്ട് ആയിക്കോട്ടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിട്ടാൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.